യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഡിസംബർ 6. പുതിയൊരു ദിവസം നമ്മൾക്ക് കർത്താവിനോട് കൂടി ആയിരിക്കുവാൻ ദൈവം നമുക്ക് തന്നതിന് നന്ദി പറയും. കർത്താവിനെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്ന ദൈവവചന ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 13 മുതൽ 14 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവമായ കർത്താവ് ജെറമ്യ പ്രവാചകനിലൂടെ അറിയിക്കുകയാണ്, ദൈവമക്കൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുകയും ചെയ്യും. ദൈവവചനം നമ്മൾ ശ്രവിക്കുമ്പോഴും ദൈവവചനത്തിനായി നമ്മൾ കാത്തിരിക്കുമ്പോഴും ദൈവത്തെ തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ദൈവത്തെ കണ്ടെത്താനുള്ള വഴിയാണ് ദൈവം വചനമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. അങ്ങനെ ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ഓരോരുത്തർക്കും ദൈവം തൻ്റെ ഐശ്വര്യം സ്ഥാപിച്ചു കൊടുക്കും. അവർക്ക് എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത്, ആ നഷ്ടതയും കഷ്ടതയും എല്ലാം മാറ്റി അവർക്ക് ഐശ്വര്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. ഈ ദൈവവചനം നമുക്ക് ആമേൻ ചൊല്ലി സ്വീകരിക്കാം. കാരണം ഇന്ന് നിങ്ങളുടെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കും. നിങ്ങൾ ഈ വചനം ഇന്ന് ശ്രവിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ഐശ്വര്യം കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, എവിടെയാണോ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് അവിടെ ഇന്ന് കർത്താവ് അത് നടത്തും. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും ഇന്നും എന്നേക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഐശ്വര്യം സർവശക്തനായ ദൈവം ഇന്ന് പുനഃസ്ഥാപിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ വിഷമങ്ങളോടും ബൈ ബൈ പറയാം. കർത്താവ് നിങ്ങളെ കണ്ടതിന് നന്ദി പറയാം. നിങ്ങളുടെ ഐശ്വര്യം സമൃദ്ധമായിട്ട് ദൈവം പുനഃസ്ഥാപിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.